ഇഗ്നോർ മൈ ലുക്ക് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉഷാമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് ഇന്ന്. സോ ലെറ്റ് മീ ഷോ. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സോ 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 ചുള വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്. എരിവുണ്ടെങ്കിൽ 3 എടുത്താൽ മതി, എരിവില്ലെങ്കിൽ അത് കൂടുതൽ എടുക്കണം. പിന്നെ ഒരു പീസ് ഓഫ് ടൊമാറ്റോ, പിന്നെ ഇഞ്ചിയും വേണം, പിന്നെ കുറച്ച് മല്ലിയില. സോ ഇതിൽ നമുക്ക് ആദ്യം ഇത് സവാള ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയിലിട്ടൊന്ന് കുറുക്കുർ എടുക്കണം. ഓക്കെ, പാൻ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സവാളയും പിന്നെ ആ തക്കാളിയും ഇടണം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതോടെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ അത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അധികമൊന്നുമില്ല, നമ്മുടെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മല്ലിപ്പൊടി, ശകലം ഗരം മസാലപ്പൊടി, പിന്നെ എരിവ് വേണമെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇത്രയേ ഉള്ളൂ പൊടികൾ, വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഇട്ട് പെട്ടെന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ അതിൻ്റെ അകത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ചിക്കനിന് വെള്ളം ഇറങ്ങുന്നതാണല്ലോ. അപ്പം അതും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമില്ല, മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒരു വിസിൽ പോകണം. അടുത്ത വിസിൽ പോകാറാകുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം പെട്ടെന്ന് കറിയാകും. കുക്കറിനും കൂടി ആയതുകൊണ്ട് ഷടപടേന്ന് കാര്യങ്ങൾക്ക് നടപടിയാകും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതലും ഉഷാമ്മ രാവിലെ പലഹാരങ്ങളുടെ കൂടെയാണ് ഇതുണ്ടാക്കാറ്. ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കിൽ പാലപ്പം അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം നമുക്ക്. പിന്നെ മുളക് പൊടി ഇടാത്തതുകൊണ്ട് എരിവില്ലെന്ന് ഒട്ടും വിചാരിക്കണ്ട. പച്ചമുളക് ആവശ്യത്തിന് എരിവുള്ള ഇടുന്നുണ്ട്, നല്ല എരിവുണ്ട് കറിക്ക്. പിന്നെ കുരുമുളകും നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പം എരിവെല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പം ഇത് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാവും. ഓക്കെ, ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലിടാം.